നമസ്കാരം. സംസ്ഥാനത്ത് വിവിധ തസ്തികകളിലേക്ക് സ്ഥിര നിയമനത്തിനും അതുപോലെ തന്നെ താൽക്കാലിക നിയമനത്തിനുമായി സർക്കാർ വിളിച്ചിരിക്കുകയാണ്. ജോലി തേടുന്ന പലർക്കും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. എന്തായാലും ഇവിടെ ഏതൊക്കെ തസ്തികളിൽ ഒഴിവുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങൾ ഇതിൽ അനുയോജ്യനാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി, അതായത് CDIT, വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് ടീം ഹെഡ്, റിസർച്ച് അസോസിയേറ്റ്, കമ്മ്യൂണിക്കേഷൻ മാനേജർ, ക്രിയേറ്റീവ് ഡിസൈനർ, വീഡിയോ എഡിറ്റർ, കണ്ടന്റ് ക്രിയേറ്റർ, ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. എല്ലാ തസ്തികകളിലുമായി 25 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രസ്തുത തസ്തികയിൽ എല്ലാം തന്നെ താൽക്കാലിക നിയമനമായിരിക്കും നടക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി 15 അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 50 വയസ്സും. വിശദ വിവരങ്ങൾക്ക് CDITന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.careers.cdit.org സന്ദർശിക്കാം. വിവിധ തസ്തികകളിലേക്ക് ആവശ്യമായ യോഗ്യത, ശമ്പളം എന്നിവയെക്കുറിച്ച് നമുക്ക് നോക്കാം. ക്രിയേറ്റീവ് ടീം ഹെഡിന്റെ തസ്തിക നോക്കാം. ആദ്യം ഉദ്യോഗാർത്ഥികൾക്ക് മാനേജ്മെന്റ്, ടെക്നോളജി, ഡിസൈൻ, മീഡിയ സ്റ്റഡീസ്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അനുബന്ധ വിഭാഗത്തിൽ PG ഉണ്ടായിരിക്കണം. 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർ വേണം അപേക്ഷിക്കാൻ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 80,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ശമ്പളം ലഭിക്കാൻ പോകുന്നത്. അടുത്തതായി റിസർച്ച് അസോസിയേറ്റിന്റെ പോസ്റ്റിലേക്കാണ്. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സയൻസ്, ആർട്സ്, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ടെക്നോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും PG യോഗ്യത ഉണ്ടായിരിക്കണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 44,000 രൂപ മുതൽ 80,000 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ മാനേജറിന്റെ പോസ്റ്റിലേക്കാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 40,000 രൂപ മുതൽ 75,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. ക്രിയേറ്റീവ് ഡിസൈനർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. BFA അല്ലെങ്കിൽ മൾട്ടിമീഡിയ, ഗ്രാഫിക് ഡിസൈനിങ് എന്നിവ ഒരു വിഷയമായി കൊണ്ട് ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 40,000 രൂപ മുതൽ 75,000 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. അടുത്തതായി വിഷ്വൽ എഡിറ്റർ. അടുത്തതായി വീഡിയോ എഡിറ്റർ, അതായത് വിഷ്വൽ കണ്ടന്റിലേക്കാണ്. വീഡിയോ എഡിറ്ററിന്റെ പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുണ്ടായിരിക്കണം. വീഡിയോ എഡിറ്റിംഗിൽ ഡിപ്ലോമയും അല്ലെങ്കിൽ +2 എഡിറ്റിംഗിൽ ഡിപ്ലോമയും ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർ വേണം അപേക്ഷിക്കാൻ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 30,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ് ശമ്പളമായിട്ട് ലഭിക്കുന്നത്. കണ്ടന്റ് ക്രിയേറ്റർ പോസ്റ്റും ഇവിടെയുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവരായിരിക്കണം അപേക്ഷകർ. അതുപോലെ തന്നെ ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 35,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. ഫോട്ടോഗ്രാഫർ തസ്തികയിലേക്ക് ആളെ വിളിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉള്ളവരായിരിക്കണം അപേക്ഷകർ. ഫോട്ടോഗ്രാഫിയിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ +2 ഫോട്ടോഗ്രാഫിയിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 30,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ് ശമ്പളമായിട്ട് ലഭിക്കുക. വീഡിയോഗ്രാഫർ പോസ്റ്റിലേക്ക് ആളെ വിളിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ബിരുദം ഉണ്ടായിരിക്കണം. വീഡിയോഗ്രാഫിയിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ +2 സിനിമാറ്റോഗ്രാഫി, വീഡിയോഗ്രാഫിയിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കേണ്ടതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 35,000 രൂപ മുതൽ 70,000 രൂപ വരെ ശമ്പളമായിട്ട് ലഭിക്കുന്നതാണ്. ഇതിൽ സംശയങ്ങളോ കൂടുതൽ അറിയാനോ ഉണ്ടെങ്കിൽ CDITന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്.